ഗൂഢാലോചന ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഇതൊരു ഗൂഢാലോചനയാണ്, ഇന്നാരെ മറ്റേ കുഴി ചാടിക്കാരുന്ന്. ആയിക്കോട്ടെ, അപ്പോൾ ആ ഗൂഢാലോചന ആരാ ചെയ്തത്? അതാണ് അറിയേണ്ടത്. ആ ഗൂഢാലോചന നടന്നതുകൊണ്ടാണല്ലോ ആ കുട്ടി അനുഭവിച്ചത്, അല്ലേ? അപ്പം അത് കണ്ടുപിടിക്കണം. അല്ലെ പിന്നെ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും? ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിന് വിധി പറയാനിരിക്കുക, അല്ലെങ്കിൽ റേഡിയോയിലും ചാനലിലും ഒക്കെ കയറി ഇങ്ങനെ ആയിരിക്കും വിധി, കാരണം അയാൾ തെറ്റ് ചെയ്തിട്ടില്ല. അതൊന്നും അല്ല ഇവിടെ പ്രസക്തം. ഇത് സംഭവിച്ചു, എങ്ങനെ, അത് മാത്രം പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ആരെയും കുറ്റക്കാരനാക്കണ്ട, എങ്ങനെ നടന്നു എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഈ ശിക്ഷ കുറഞ്ഞു പോയി എന്ന് ചേച്ചിക്ക് അഭിപ്രായം? ഇപ്പോഴത്തെ ശിക്ഷ പൂർണ്ണമായെന്നൊന്നും അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് തൽക്കാലം പിടിച്ചൊന്ന് അകത്തോട്ടിടാൻ വേണ്ടിയുള്ളൊരു ഇതായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഇതിലും വലിയ ശിക്ഷ വരാതിരിക്കില്ല. കാരണം ഇത്രയൊന്നും പോരാ. ചുമ്മാ കൊണ്ട് നടക്കുന്ന ജീവപര്യന്തം അതിനകത്ത് ഇത്ര വർഷം കഴിഞ്ഞു, ബാക്കി ഇത്ര, അങ്ങനത്തെ അരിത്തമാറ്റിക്സും മാത്തമാറ്റിക്സും ഒന്നും നമുക്കറിയണ്ട. ഇവനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. അല്ല, കളിച്ചു പറഞ്ഞല്ല. ഞാനത് എല്ലാവരോടും പറയുന്നതാണ്. നമുക്ക് ഒരുപാട് ആൾക്കാർ സുപ്രീം കോടതി പോലുള്ള ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് അയ്യോ അത് ഭയങ്കര സങ്കടമുള്ള, ശരിയല്ലല്ല, അത് പോവും എന്നൊക്കെ പറയുന്നത്. പോവുക എന്ന് പറഞ്ഞാലും വരിക എന്ന് പറഞ്ഞാലും ഈ കുട്ടിയുടെ രക്ഷിതാവായിട്ട് ഒരാളെങ്കിലും വേണ്ടേ, അല്ലേ? ഇതൊന്ന് കണ്ടുപിടിക്കുക. ഇവരാരും ചെയ്തിട്ടില്ല, സത്യമാണ്, പാവം, അവരൊക്കെ വെറുതെ ചീത്തപ്പേര് കേട്ടു. പിന്നെ കണ്ടുപിടിച്ചത് ആരാന്നറിയാൻ ഈ വെറുതെ ആരോപണം കേട്ടവരെങ്കിലും മുന്നിട്ടിറങ്ങണ്ടേ? അവരുമില്ല. അതെന്താ കാര്യം? അപ്പോഴും പൃഥ്വിരാജ് ഗേറ്റിൻ്റെ അവിടെ സംസാരിച്ചതാണ് ഇവിടെ കഥ. എന്തൊരു കള്ളത്തരമാണെന്ന് ആലോചിച്ചൊക്കെ. അപ്പോൾ